ഹായ്. അപ്പോൾ പനി പിടിച്ച ഒരു ദിവസത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം വോയിസ് ഒന്നും ഇല്ലാത്ത കാരണം അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലേനി. അപ്പോൾ അതാ നേരെ രാവിലെ ആശുപത്രിയിലേക്കുള്ളൊരു പോക്കാണേ. നമ്മളെ ഫറോക്ക് ചന്ത ഹോസ്പിറ്റലിലാണ് പോണത്. അവിടെ എത്തി ഹെൽമെറ്റൊക്കെ ഒന്ന് ഊരി വെച്ച് ഇനി OP ടിക്കറ്റ് എടുക്കാൻ പോകണം. നല്ല പനിയാട്ടോ, രാത്രിയിലൊക്കെ വിറച്ച് ശരീരം. അപ്പോൾ ആ വിറയിലൊക്കെ കൊണ്ട് രാവിലെ ആകുമ്പോഴേക്ക് നമ്മൾ പാരസെറ്റമോളൊക്കെ കുടിച്ച് അതങ്ങോട്ട് മാറ്റിയെടുത്ത് അപ്പോൾ അതാ ചന്ത ഹോസ്പിറ്റലിലെത്തി. സിനുവേട്ടനും ഞാനും കൂടിയാണ് പോയത്. നന്ദുമോൾക്ക് നല്ല ചുമയും കാര്യങ്ങളൊക്കെ, അതിനുള്ള മരുന്ന് കുടിച്ച് നന്ദുമോൾ അവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് കാണിക്കാൻ വിളിച്ചിട്ട് ഓൾ വന്നില്ല കേട്ടോ. ഉറക്കമാണ് ആൾ, ഉറക്കിൻ്റെ മൂഡിൽ വിളിച്ചപ്പോൾ ആൾ വന്നില്ല. അപ്പോൾ എന്തായാലും ഞാനും സിനുവേട്ടനും വന്ന്. ഹെൽത്ത് സെൻ്ററാണേ, ഇവിടെ 24 മണിക്കൂറും ഉണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ എന്താ പറയുക, ടൈമിൻ്റെ വ്യത്യാസത്തിലും ഇവിടെ ആളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സിനുവേട്ടൻ വരിയൊക്കെ നിന്ന് ഷീട്ടൊക്കെ വാങ്ങി പുതിയ ബിൽഡിങ്ങുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ആ പുതിയ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട്. ആശുപത്രിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൾറെഡി അഡ്മിറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ഇനി അഡ്മിറ്റും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് പോകണം. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ക്യൂ നിന്ന് ഡോക്ടറെ കാണിച്ച് ഇറങ്ങി സിനുവേട്ടൻ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിന്. ഞാനവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും വയ്യാതായപ്പോൾ ഒരു ദിവസം. പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറാൻ ഭയങ്കര പ്രയാസമാണ്. പനി എപ്പോഴേലൊക്കെ വരുള്ളൂ, വന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ങാണ്. അപ്പോൾ അതാ സിനുവേട്ടൻ മരുന്നൊക്കെ മേടിച്ചു. മരുന്ന് ഗുളിക പേരൊക്കെ വായിച്ച് നോക്കുന്നുണ്ട്. ഇനി അത് ബാഗിലേക്ക് ഇട്ട് നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഒരു 3-4 വീതം ഗുളിക ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഗുളികയൊന്നും കുടിച്ചിട്ട് എനിക്ക് മാറ്റം വന്നിട്ടില്ല. ഇനി വീണ്ടും ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാനും നന്ദും പോയി കാണിക്കേണ്ടി വന്നു. സിനുവേട്ടൻ അവിടെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ അത് മാറിയത്. അപ്പോൾ ബൈ ബൈ.